ഹായ് ഗൈസ്, നമ്മൾ ഇന്നൊരു കട്ടൻ ചായ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും അധികം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ 2 നേരത്തിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഉണ്ടാവുന്ന സാധനമാണല്ലേ കട്ടൻ ചായ. ബാക്കി വരുന്ന കട്ടൻ ചായ നമ്മൾ വല്ല റോസയുടെ ചോട്ടിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലൊക്കെ ഒഴിച്ച് കളയാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഈ കട്ടൻ ചായനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ നമ്മുടെ ഹെയറിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവാനും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ തടയാനും മുടിക്ക് നല്ല കളർ ഉണ്ടാവാനൊക്കെ കട്ടൻ ചായ നല്ല അടിപൊളിയാണ്. അല്ല, കട്ടൻ ചായയുടെ ഫേസ് പാക്കും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കട്ടൻ ചായ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ പോണേ. മറ്റേത് ഹെയർ പാക്ക്, ഇത് ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടൻ ചായ വെച്ചിട്ട് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റൺ ആവാനും നമ്മുടെ മുഖത്തിന് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടാനും മുഖം നല്ല അടിപൊളി സെറ്റായിട്ട് ഇരിക്കാനും ഈ കട്ടൻ ചായ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സാധാരണ നോർമൽ കട്ടൻ ചായയാണ്, പഞ്ചസാരയൊന്നും ഇടാതെ നമ്മുടെ സാധാരണ തേയിലപ്പൊടി ഇട്ട കട്ടൻ ചായയാണ് നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തൊക്കെ മിക്സ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കാം കേട്ടോ. നമ്മുടെ ഈ കട്ടൻ ചായയുടെ ഫേസ് പാക്കിന് ആദ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലമാവാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കടലമാവ് എടുക്കാം കേട്ടോ. ഈ കടലമാവിന് ശേഷം നമ്മൾ പിന്നെ വേണ്ട ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൾത്താനി മിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിലും മുൾത്താനി മിട്ടി അല്ലെങ്കിൽ കടലമാവിൻ്റെ ഒപ്പം നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി മതി കേട്ടോ. നമ്മുടെ മുൾത്താനി മിട്ടിക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം. കടലമാവും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നമ്മുടെ കടലമാവും മുൾത്താനി മിട്ടി കേട്ടോ. മുൾത്താനി മിട്ടിയും കടലമാവും ആണ് കേട്ടോ കുറച്ചും കൂടി അടിപൊളി. പക്ഷേ ഗോതമ്പ് മാവും അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിനുള്ള കട്ടൻ ചായയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാക്ക് ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ മുഖത്തേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കിയിട്ട് വന്ന മുഖമാണ്, അപ്പോൾ എനിക്ക് തേച്ചെടുക്കുന്ന കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഖത്തും കഴുത്തിലും ഇടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ മുഖത്ത് ഏതാണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാലൻസ് കുറച്ചുകൂടെ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ ഓർത്തു ഇത് കഴുത്തിലൂടി തേച്ച് പിടിപ്പിക്കുന്നത്. രാവിലെ കുളി കഴിഞ്ഞതാണ്, പക്ഷെ ഇനി ഒന്നുകൂടെ കുളിക്കേണ്ട അവസ്ഥ ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പം നമുക്കിത് നല്ല പോലെ തേച്ചു. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. നമ്മൾ എന്ത് മുഖത്ത് തേച്ചാലും അത് നമുക്ക് ടൈം ഇല്ലയെന്ന് പറഞ്ഞ് കഴുത്തിൽ തേക്കാതിരിക്കരുത് കേട്ടോ. നമ്മൾ കഴുത്തിലൂടെ നമ്മൾ മുഖത്ത് എന്ത് തേച്ചാലും നമ്മൾ കഴുത്തിലൂടെ മാക്സിമം ചെയ്യണം. ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര മടിയാണ് കഴുത്തിൽ തേക്കാണ്ട്, കാരണം ഡ്രസ്സ് പിന്നെ അഴുക്കാവും. അതുകൊണ്ട് ഞാൻ മാക്സിമം കഴുത്തിൽ തേക്കാറ് കുറവാണ്. അപ്പം നമ്മുടെ മുഖത്തിനും കഴുത്തിനും ഒരു ഡിഫറൻറ്റ് കളർ വരും കേട്ടോ. നമ്മൾ മുഖത്ത് മാത്രം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അത് കുറച്ച് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുളിക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെവിയിലൂടെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഇനിയിപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതെങ്ങനെ വാഷ് ചെയ്യണമെന്ന് കാണാവേ. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മുഖം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് നമുക്ക് കട്ടൻ ചായയുടെ വെള്ളത്തിൽ തന്നെ വേണം കേട്ടോ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് മാറ്റി കാണിച്ചു തരാം. അത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇതുണ്ടോ ഗൈസ്, നല്ല അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഗൈസ് ഇതുണ്ടോ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് കട്ടൻ ചായയുടെ വെള്ളത്തിൽ കഴിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ബെഡൊക്കെ നനയും ഗൈസ്. അതുകൊണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് ഞാൻ കഴിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ബെഡ് മൊത്തം നനയും. അപ്പം ഞാൻ എന്തായാലും മൊത്തം വാഷ് ചെയ്ത്
ചെയ്യാം. ഇത് നമ്മൾ കട്ടൻ ചായയുടെ വെള്ളത്തിൽ തന്നെ നമുക്കത് വാഷ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായയുടെ വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുഖം വേറെ ഏതെങ്കിലും വെള്ളത്തിലൊക്കെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. കട്ടൻ ചായയുടെ മുഖം നമ്മൾ കട്ടൻ ചായയുടെ വെള്ളം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മുഖത്ത് തേക്കുന്നതൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കട്ടൻ ചായ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ചെയ്യുന്ന അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാഷ് ചെയ്ത് കളയട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.